സർ, കേരളം ഉയർന്ന മാനവ വിഭവ സൂചികകൾ കൈവരിച്ചത് പൊതുവിദ്യാലയങ്ങൾക്കും പൊതുജനാരോഗ്യത്തിനും പ്രാബല്യം നൽകുന്ന നയങ്ങൾ കാലങ്ങളായി സ്വീകരിച്ചു പോകുന്നതുകൊണ്ടാണ്. ഇതിന് ഗണ്യമായ സാമ്പത്തിക ചെലവുകൾ സംസ്ഥാനത്തിന് വഹിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഫലമായി സാക്ഷരതയിലും പ്രത്യേകിച്ച് സ്ത്രീ സാക്ഷരതയിലും ആയുർദൈർഘ്യത്തിലും കുറഞ്ഞ ശിശുമരണ നിരക്കിലും കേരളം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ വളരെയേറെ മുന്നിലാണ്. തൽഫലമായി നമ്മുടെ ജനസംഖ്യ നിയന്ത്രണത്തിൽ വരികയും ചെയ്തു. ഇപ്പോൾ അക്കാരണം പറഞ്ഞുകൊണ്ട് നമ്മുടെ നികുതി വിഹിതത്തിൽ ക്രമാതീതമായ വെട്ടിക്കുറവുണ്ടാവുകയാണ്. 11ാം ധനകാര്യ കമ്മീഷന്റെ ശുപാർശ പ്രകാരം നമുക്ക് ലഭ്യമായിരുന്ന നികുതി വിഹിതം 3.05% ഇപ്പോൾ അത് 1.92% ചുരുങ്ങിയിരിക്കുകയാണ്. ഭരണഘടനയുടെ അനുച്ഛേദം 280 പ്രകാരം കേന്ദ്രം ഭരിക്കുന്ന നികുതികൾ സംസ്ഥാനങ്ങളുമായി പങ്കുവെക്കുന്ന മാനദണ്ഡങ്ങൾ ശുപാർശ ചെയ്യുന്ന ഭരണഘടനാ സ്ഥാപനമാണ് ധനകാര്യ കമ്മീഷൻ. കേന്ദ്ര സർക്കാരിലെ ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്ന BBR സുബ്രഹ്മണ്യൻ അടുത്തിടെ നടത്തിയ വെളിപ്പെടുത്തൽ ഞെട്ടലുളവാക്കുന്നതാണ്. ധനകാര്യ കമ്മീഷൻ്റെ അധ്യക്ഷനായിരുന്ന ഡോക്ടർ YB റെഡ്ഡിയോട് സംസ്ഥാനങ്ങളുമായി പങ്കുവെക്കേണ്ട നികുതിയുടെ വിഹിതം 42% നിന്നും 33% കുറക്കാൻ കേന്ദ്ര സർക്കാർ അത്യുന്നത തലത്തിൽ സമ്മർദ്ദം ചെലുത്തി എന്നാണ് വെളിപ്പെടുത്തിയിട്ടുള്ളത്. ഭരണഘടനയ്ക്കും ഫെഡറൽ സംവിധാനത്തിനും നൽകുന്ന പരിഗണന ഇതാണെങ്കിൽ ഇതിനെതിരെ കേന്ദ്ര സമീപനത്തിനെതിരെ പ്രതിഷേധിക്കാൻ ഞങ്ങൾ ഒരുങ്ങുമ്പോൾ UDFും കോൺഗ്രസും മാറി നിൽക്കുന്നത് ശരിയാണോ എന്നത് പരിശോധിക്കണം. അത് പുനഃപരിശോധിക്കാൻ തയ്യാറാകണം എന്നൊരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. ഇതിനോടൊപ്പം നാം ചേർത്ത് വായിക്കേണ്ടത് സംസ്ഥാനങ്ങളുമായി വീതം വെക്കേണ്ടതില്ലാത്ത കാര്യങ്ങളാണ്. അതാണ് സർചാർജുകളും സെസ്സുകളും. ഇത് രണ്ടിലും വൻ വർധനയാണ്. BJP സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം സർചാർജുകളും സെസ്സുകളും 12 നിന്നും 20% വരെ വർദ്ധിച്ചിട്ടുണ്ട്. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് ഇത് വൻ പണഞ്ഞെരുക്കമാണ് ഉണ്ടാക്കുന്നത്. ഇത് പറയുമ്പോൾ എന്തിനാണ് പ്രതിപക്ഷ നേതാവും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും സംസ്ഥാനത്തിൻ്റെ കെടുകാര്യസ്ഥതയും ധൂർത്തുമാണ് ഇവിടെയുള്ള പണഞ്ഞെരുക്കത്തിന് കാരണമെന്ന് പറയുന്നത്? BJPയുടെ സംഗീതമേളയിൽ എന്തിനാണ് കോൺഗ്രസ് സുഹൃത്തുക്കൾ പക്കവാദ്യം വായിക്കാൻ പുറപ്പെടുന്നത്? സർ, സർക്കാർ എന്തെങ്കിലും ഒരാഘോഷം നടത്തിയാൽ അത് ധൂർത്താണെന്ന് മുറവിളി കൂട്ടുന്നത് ഇവിടെ ഒരാചാരമായി മാറിയിരിക്കുകയാണ്. ഇവയൊന്നും മുൻപുള്ള സർക്കാർ ചെയ്യാത്ത കാര്യങ്ങളാണ്. ഇപ്പോൾ കേരളീയം 2023 അതിനെ ധൂർത്തെന്ന് പറയാൻ എങ്ങനെയാണ് കഴിയുന്നത്? നോബൽ സമ്മാന ജേതാക്കളും ലോകത്തെ അറിയപ്പെടുന്ന വിദഗ്ധരും പങ്കെടുത്ത അർത്ഥവത്തായ സംവാദങ്ങളും ചർച്ചകളുമാണ് ഇതിൻ്റെ ഭാഗമായി നടന്നത്. ആ കുപ്രചരണം നടത്തുന്നവർ ഈ കാര്യം മറച്ചു വെക്കുകയാണ്. വിദഗ്ധർ നൽകിയ വിലപ്പെട്ട നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ തുടർ നടപടികളാണ് സർക്കാർ സ്വീകരിക്കാൻ പോകുന്നത്. ഇതുപോലെ ധൂർത്ത് എന്ന് ആക്ഷേപിച്ച മറ്റൊരു പരിപാടിയാണ് നവകേരള സദസ്സ്. അതിനെക്കുറിച്ച് പിന്നീട് ഞാൻ വിശദമായി പറയാം. മന്ത്രിസഭാംഗങ്ങൾ മൊത്തം 140 അസംബ്ലി മണ്ഡലങ്ങൾ സന്ദർശിച്ച് വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിൽ നിന്നും ആശയങ്ങളും അഭിപ്രായങ്ങളും സ്വീകരിക്കുകയുണ്ടായി.
ഇതിൻ്റെ അടിസ്ഥാനത്തിലുള്ള തുടർ നടപടികൾ സർക്കാർ ഗൗരവമായി സ്വീകരിച്ചു വരികയാണ്. സർ, ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കാലം മുതൽ ലോകമെമ്പാടുമുള്ള വിമോചന പ്രസ്ഥാനങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന നിലപാടാണ് ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ളത്. BJP സർക്കാരിൻ്റെ ഭരണകാലത്ത് ഇതിൽ നിന്നും ദൗർഭാഗ്യകരമായ ഒരു പിന്നോക്കം പോക്ക് കാണുകയാണ്. ഇതിനെ പാലസ്തീൻ ജനതയുടെ സ്വയംഭരണാവകാശത്തിനു മേൽ നമ്മുടെ രാജ്യം നാളിതുവരെ സ്വീകരിച്ചു വന്നിരുന്ന നിലപാടാണ് ഇതിൻ്റെ ഭാഗമായി മാറ്റിപ്പറയുന്നത്. ഇത് ഇന്ത്യയുടെ യശസ്സിന് ചേർന്നതാണോ? ഇക്കാര്യത്തിൽ രണ്ടാമതൊന്നും ആലോചിക്കാതെ പ്രതികരിക്കാൻ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. മഹാത്മാഗാന്ധിയുടെയും ജവഹർലാൽ നെഹ്റുവിൻ്റെയും പാരമ്പര്യം അവകാശപ്പെടുന്ന കോൺഗ്രസ് പാർട്ടിക്ക് ഇതിൽ വ്യക്തമായ നിലപാട് പ്രഖ്യാപിക്കാൻ കുറേയധികം സമയം വേണ്ടി വന്നു എന്നത് നമ്മെ ആശ്ചര്യപ്പെടുത്തുന്ന കാര്യമാണ്. പാലസ്തീൻ ജനതയുടെ സ്വയംഭരണാവകാശം ഉയർത്തിപ്പിടിക്കുന്ന ശക്തമായ നിലപാട് സ്വീകരിക്കുമ്പോൾ തന്നെ ഇസ്രയേലിൽ പണിയെടുക്കുന്ന നമ്മുടെ നാട്ടുകാരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുന്ന കാര്യവും കേരളത്തിലെ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. മതനിരപേക്ഷ നിലപാടുകളും ഭരണഘടനാ മൂല്യങ്ങളും സംരക്ഷിക്കണമെങ്കിൽ വിട്ടുവീഴ്ച കൂടാത്ത നിലപാട് അനിവാര്യമാണ്. അവിടെ മൃദുവർഗീയതയും മറ്റ് ചെപ്പടി വിദ്യകളും കാട്ടി ചാഞ്ചാട്ടം നടത്തിയാൽ അതിൻ്റെ അന്തിമ ഗുണം ഈ രാജ്യത്തെ വർഗീയ ശക്തികൾക്കായിരിക്കും എന്നോർക്കുന്നത് നല്ലതാണ്. ചില കാര്യങ്ങൾ കൂടി ഈ അവസരത്തിൽ പ്രത്യേകം പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. വടക്ക് കിഴക്കൻ സംസ്ഥാനമായ മണിപ്പൂരിൽ സംഘപരിവാർ സംഘടനകളുടെ ഒത്താശയോടെ ഗോത്രവിഭാഗമായ കുക്കികളുടെ ക്രിസ്ത്യൻ ദേവാലയങ്ങൾ വ്യാപകമായാണ് തകർക്കപ്പെട്ടത്. BJP മണിപ്പൂരിൽ അധികാരത്തിൽ വന്ന ശേഷം ആ സംസ്ഥാനത്ത് വർഗീയ വംശീയ സംഘർഷങ്ങൾ നിത്യസംഭവമായിരിക്കുകയാണ്. സംഘപരിവാറിൻ്റെ തീവ്ര ഹൈന്ദവ വർഗീയതയുടെ നേർപതിപ്പാണ് മണിപ്പൂരിൽ നാം കാണുന്നത്. ഇതുപോലെ ഉത്തരാഖണ്ഡിൽ ആസൂത്രിതമായ മുസ്ലിം വേട്ടയാണ് സംഘപരിവാർ സംഘടനകളുടെ നേതൃത്വത്തിൽ നടന്നത്. വ്യാപാർ ജിഹാദ് എന്ന ഹിംസാത്മകമായ പേരിൽ നടത്തിയ വർഗീയ വിദ്വേഷ പ്രചരണത്തിനാണ് ഇവിടെ സംഘപരിവാർ തുടക്കമിട്ടത്. ഇതെല്ലാം നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡതയെയും ഭദ്രതയെയും തകർക്കുന്ന നടപടികളാണ്. ഇത്തരം വിഷലിപ്തമായ ആശയങ്ങൾ ചുമലിലേറ്റി നടക്കുന്നവർ ഇനിയും അധികാരത്തിൽ തുടരുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ അപകടമെന്ന് പറയാതെ വയ്യ. സർ, ഉത്തരകാശിയിൽ നിന്നും മുസ്ലിങ്ങളെ പൂർണ്ണമായും ഒഴിപ്പിക്കണമെന്നായിരുന്നു വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ആവശ്യം. ദേവ്ഭൂമി രക്ഷാ അഭിയാൻ എന്ന തീവ്ര ഹിന്ദുത്വ സംഘടന എല്ലാ മുസ്ലിം വ്യാപാരികളും തങ്ങളുടെ കടകൾ ഒഴിഞ്ഞു പോകണമെന്ന തിട്ടൂരം ഇറക്കുകയുണ്ടായി. രാഷ്ട്രമാകണമെന്നടക്കമുള്ള തീവ്ര ഹിന്ദുത്വ നിലപാട് മുന്നോട്ട് വെച്ച ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഗീതാ പ്രസ്സിനാണ് കഴിഞ്ഞ വർഷം ഗാന്ധി സമാധാന പുരസ്കാരം നൽകിയത്. ഗീതാ പ്രസ്സിന് മഹാത്മാഗാന്ധിയുടെ പേരിലുള്ള സമാധാന പുരസ്കാരം നൽകാൻ തീരുമാനിച്ചത് രാഷ്ട്രപിതാവിനെ ഏത് രീതിയിൽ സംഘപരിവാർ ശക്തികൾ കാണുന്നു എന്നതിൻ്റെ ഉദാഹരണം കൂടിയാണ്. 1923 സ്ഥാപിക്കപ്പെട്ട ഗീതാ പ്രസ് അതിൻ്റെ 100ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിലാണ് കേന്ദ്ര സർക്കാർ മഹാത്മാഗാന്ധിയുടെ പേരിലുള്ള പുരസ്കാരം നൽകി അവരെ വെളുപ്പിക്കാൻ ശ്രമിക്കുന്നത്. ദൂരദർശനും ആകാശവാണിയും ഉൾക്കൊള്ളുന്ന
പ്രസാർ ഭാരതിയുടെ ഏക വാർത്താ സ്രോതസ്സായി സംഘപരിവാർ ചായ്വുള്ള ഹിന്ദുസ്ഥാൻ സമാചാറിനെ കേന്ദ്ര സർക്കാർ നിയോഗിച്ചതും ഇക്കഴിഞ്ഞ വർഷമാണ്. വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ സ്ഥാപക ജനറൽ സെക്രട്ടറിയായ ശിവറാം ശങ്കർ ആപ്തെ സ്ഥാപിച്ച ഹിന്ദുസ്ഥാൻ സമാചാറിനെ പ്രസാർ ഭാരതിയുടെ ഏക വാർത്താ സ്രോതസ്സായി മാറ്റിയത് പത്രസ്വാതന്ത്ര്യത്തോടുള്ള സംഘപരിവാറിൻ്റെ വെല്ലുവിളിയായി മാത്രമേ കാണാനാവൂ. സർ, നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷതയാണ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. ഇത് കടുത്ത ഭീഷണിയാണ് നേരിടുന്നത്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 1971 ശേഷം നമ്മുടെ രാജ്യത്ത് പാർലമെൻറ്റിലേക്കും നിയമസഭകളിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും ഒരുമിച്ചല്ല തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഒരു സംസ്ഥാനത്ത് സീറ്റുകൾ തൂത്തുവാരുന്ന കക്ഷി ഹ്രസ്വകാലത്ത് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുന്ന അനുഭവങ്ങൾ ഏറെയുണ്ട്. ഇതെല്ലാം നിരവധി അനുഭവങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനെയും നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും വ്യത്യസ്തമായി കാണാനുള്ള വിവേകമുള്ള വോട്ടർമാരാണ് രാജ്യത്തുള്ളത്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയം അടിച്ചേൽപ്പിക്കുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പ്, ഒരു മുദ്രാവാക്യം, ഒരു നേതാവ്, ഒരു കക്ഷി എന്ന ഏകശിലാരൂപത്തിലേക്ക് നീങ്ങുകയും നമ്മുടെ വൈവിധ്യങ്ങളെ തകർക്കുന്ന സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യും. നമ്മുടെ ഫെഡറൽ സംവിധാനത്തിൻ്റെ സൗന്ദര്യം തന്നെ വിവിധ കക്ഷികൾ കേന്ദ്രവും സംസ്ഥാനവും ഭരിക്കുകയും സാഹചര്യങ്ങൾക്കൊത്ത് സഹകരിക്കുകയും ഭിന്നാഭിപ്രായങ്ങൾ പറയുകയും ചെയ്യലാണ്. ഇതില്ലാതായാൽ നമ്മുടെ ജനാധിപത്യത്തിൻ്റെ അന്തസ്സത്തക്ക് സാരമായ കോട്ടം സംഭവിക്കുമെന്നതിൽ തർക്കമില്ല. സർ, ഇവിടെ നമ്മുടെ രാജ്യം ഇന്ന് ഏകാധിപത്യ വർഗീയ ശക്തികളിൽ നിന്നും നേരിടുന്ന വലിയ ഭീഷണികൾക്ക് നേരെ ചെറുത്തുനിൽപ്പിൻ്റെ ഒരു വെള്ളിരേഖ എന്ന നിലക്കാണ് നമ്മുടെ കേരളം നിലകൊള്ളുന്നത്. ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളും പശ്ചാത്തല സൗകര്യ വികസന പദ്ധതികളും ആ രീതിയിൽ മുന്നോട്ട് പോകാനാണ് LDF സർക്കാർ ശ്രമിക്കുന്നത്. അത്തരം ആ സർക്കാരിനെ ഏതെല്ലാം വിധത്തിൽ ധനഞെരുക്കത്തിലാക്കാം എന്നതാണ് കേന്ദ്ര സർക്കാർ നോക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ ആ നിലപാടിനെ സർവാത്മന പിന്താങ്ങുന്ന സമീപനമാണ് ഇവിടെ പ്രതിപക്ഷവും സ്വീകരിക്കുന്നത്. വെല്ലുവിളികളെ തരണം ചെയ്തുകൊണ്ട് ജനങ്ങളുടെ വലിയ പിന്തുണയോടെ LDF സർക്കാർ വിജയകരമായി മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ സംശയിക്കേണ്ടതായിട്ടേ ഇല്ല എന്നതാണ് ആമുഖമായി എനിക്ക് പറയാനുള്ളത്. സർ, ഇവിടെ നമ്മുടെ കേരളത്തിൻ്റെ ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് നടത്തിയ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ്. സർ, ഇപ്പോൾ നേരത്തെ തന്നെ സഭയിൽ വന്ന കാര്യമാണ്. നമ്മുടെ സംസ്ഥാനം PSC നിയമനം ഇപ്പോൾ 2021 നമുക്ക് കാണാൻ കഴിയുന്നത് ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 66,532 നിയമന ശുപാർശകൾ PSC നടത്തിയിട്ടുണ്ട്. 2016 മുതൽ 23 നവംബർ വരെ 2,27,800 നിയമന ശുപാർശകൾ PSC നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ രാജ്യത്ത് ഏറ്റവും കൂടുതൽ PSC നിയമനം നടത്തുന്നത് കേരള PSC ആണ് എന്നതാണ് കാണേണ്ട വസ്തുത.